എവർറി ഇരിപ്പുണ്ടോ? തപസ്സിരിക്കുക. എനിക്ക് കണ്ടിട്ട് പേടിയാവുന്നു. എന്തിനാ അമ്മൂമ്മ പേടിക്കുന്നേ? ചേച്ചിയുടെ തപസ് നമ്മൾ മുടക്കി കഴിഞ്ഞാൽ ചേച്ചി നമ്മളെ ശപിക്കൂ? ഇല്ലല്ലോ. ശപിക്കൂ? ഏച്ചി പോ, അമ്മൂമ്മ ഓടുന്നു. മകളെ നടയടാ. ഞാൻ ഫ്രണ്ടില്ല. നടയടി അങ്ങോട്ട്. കുറച്ച് അപേക്ഷകൾ സമർപ്പിക്കാനുണ്ടായിരുന്നു. സമർപ്പിച്ചോട്ടെ? അമ്മൂമ്മ തന്നെ സമർപ്പിക്ക. വായിച്ചോട്ടെ? വേണ്ട, കൊടുത്തു. ഞാൻ നാളെ പടവലത്ത് പോവും. പണിക്കാര് വരും. അവിടെ കാടും പടലും പിടിച്ചു കിടക്കുകയാണ്. നീ വരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പോകാം. എന്തു പറയുന്നു? നമുക്ക് പോയാലോ? കണ്ണാടി എടുത്തില്ല. ഇത് ഇന്നലെ പറഞ്ഞ കാര്യം ആണല്ലോ. ഞാൻ വരുന്നില്ല. പോകുന്നവർക്ക് പോകാം. വന്നാൽ വെറുതെ എന്റെ കയ്യിലെ കാശു തീരും. ഇത് നേരത്തെ മുൻകൂട്ടി എഴുതി കൂട്ടി വെച്ചിരുന്നല്ലേ? ചേട്ടാ കൊടുക്കാടി, കൊടുക്ക. ഇരിക്കട്ടെ. വണ്ടിയിൽ പെട്രോൾ ഇല്ല. ഇന്ന് 1-2 ആവശ്യങ്ങൾക്ക് പോണം. 100-300 രൂപ തരുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. 300 rupees തന്നൂടെ? പൈസ എടുത്ത് വെച്ചേക്ക്. വണ്ടി പൂട്ടി വെച്ചിട്ട് നടന്നു പോയാൽ മതി. സാമ്പത്തികമായ നേട്ടവും ശാരീരികമായി വ്യായാമവും ശരീരത്തിന് ലഭിക്കും. വ്യായാമമല്ല, വ്യായാമം. ശരി, വണ്ടി പൂട്ടി വെച്ചിട്ട് പോവാം. ചേച്ചി നാളെ രാവിലെ ട്യൂഷന് പോകുമ്പോൾ ഫീസ് കൊണ്ടുപോകണം. അത് തന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഫീസ് ഫീസ് ചേച്ചി, ഞാൻ എഴുതിയത് മാത്രമേ എനിക്ക് വായിക്കാറിയതുള്ളൂ. വേറെ ആരെങ്കിലും എഴുതിയാലേ എനിക്ക് വായിക്കാറിയതുള്ളൂ. ചേട്ടാ, അമ്മൂമ്മ മല പോലെ ഇവിടെ നിൽക്കുവല്ലേ. നിന്റെ ഏത് കാര്യമാണെങ്കിലും അമ്മൂമ്മയോട് പറഞ്ഞാൽ മതി. കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന പൈസ അങ്ങനെയെങ്കിലും ഒന്ന് ചെലവാവട്ടെ. പിന്നെ കെട്ടിപ്പൂട്ടി അങ്ങ് വെച്ചേക്കുമല്ലയോ? എവിടെ കെട്ടിപ്പൂട്ടി വെച്ചേക്കുന്നു? നേരം വെളുത്ത് മൗനവ്രതമാണെന്ന് പറഞ്ഞെങ്കിൽ ഇരുന്നാ മതിയല്ലോ. വേറെ ഒന്നും അറിയണ്ടല്ലോ നേരം. ശരി, ഇനി ഒരാളുടെ കത്തുകൊണ്ടുണ്ട്. കനകാന്റിയുടെയാണ്. കനകാന്റി അടുക്കളയെ പണിയായതുകൊണ്ട് എന്നെ കൊണ്ടാണ് എഴുതിപ്പിച്ചത്. ഞാനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പലചരക്ക് കടയിൽ കാശ് കൊടുക്കണം. സാധനങ്ങൾ വാങ്ങിക്കാനുള്ളതാണ്. ലച്ചു പകുതി പൈസ തന്നാൽ ബാക്കി പകുതി അമ്മ തരും. പൈസ കൊടുത്തില്ലെങ്കിൽ സാധനമില്ല, സാധനം ഇല്ലെങ്കിൽ ഫുഡില്ല എന്ന് പറയാൻ പറഞ്ഞു. ഞാൻ 3 നേരം ചൂടുവെള്ളം മാത്രമേ കുടിക്കൂ. 1-2 ദിവസം എല്ലാവരും ചൂടുവെള്ളം മാത്രം കുടിച്ചാൽ വീട്ടിൽ ഒരു സാധനവും വാങ്ങേണ്ട കാര്യമില്ല. 2 ദിവസം കഴിഞ്ഞ് പൈസ കൊടുക്കുന്ന കാര്യം ആലോചിക്കാം. അതെങ്ങനെ ചേച്ചി ശരിയാവുന്നേ? എനിക്ക് നൂഡിൽസ് ഒക്കെ മേടിക്കണ്ടേ? ചേട്ടാ, ഇത് കഴിഞ്ഞില്ലേ? ഇത് വായിക്ക്.
ഒരു പ്രമാണം പോലെ ഉണ്ട് എന്നാ വായിച്ചോ. എന്തോന്നത് ഇത്രേ കുത്തിരി നേരിയ? എല്ലാരും എന്റെ കൺമുന്നിൽ നിന്ന് പൊക്കോണം. മൗനത്തിന്റെ അഗാധമായ തലത്തിലേക്ക് എത്തുമ്പോൾ പരമോന്നതമായ അനുഭൂതിയിലേക്ക്, പരമാനന്ദത്തിലേക്ക് എത്താനും ഈശ്വരനുമായി ഹൃദയസംവാദം നടത്താനും സാധിക്കും. നാക്കിട്ടലച്ച് മാത്രം ജീവിക്കുന്ന നിങ്ങൾക്ക് മൗനവ്രതത്തിന്റെ വില അറിയില്ല കേട്ടോ. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പ്രത്യേകിച്ച് കേശു പാറുവയെ വലിച്ചു കീറി ഭിത്തിയിൽ തേക്കും. നമുക്കുള്ള എല്ലാ മറുപടിയും എഴുതി വെച്ചിട്ടുണ്ടോ? ഓഹോ, ശരി. അപ്പോ കിട്ടാളാ കിട്ടിയില്ലേ?